PSC ആസ്പിറൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് നമ്മൾ നോട്ട് പ്രിപ്പറേഷനെ കുറിച്ചാണ്. അപ്പോൾ സിലബസിൽ നിന്ന് നമ്മൾ ടോപ്പിക്ക് സെലക്ട് ചെയ്ത് അത് പഠിക്കുമ്പം അതെങ്ങനെ നമുക്ക് നോട്ടിലോട്ട് എഴുതാമെന്നുള്ളതാണ് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഒരു ടോപ്പിക് എടുത്ത് അതിൻ്റെ ചരിത്രം മുതൽ നമ്മൾ എഴുതി തുടങ്ങുക എന്നുള്ളതാണ്. കുറച്ചൊരു ബോറും പരിപാടിയായിരിക്കും, പക്ഷേങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതുമായ ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇപ്പം ഞാൻ 5 ഇയർ പ്ലാൻസിൻ്റെ ഒരു ടോപ്പിക്കാണ് സിലബസ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ആസൂത്രണത്തിൻ്റെ പിതാവ്, ആസൂത്രണത്തെക്കുറിച്ച് പഠിക്കണം. അപ്പം ആസൂത്രണത്തിൻ്റെ പിതാവ് എന്ന വിശേഷതയാണ്. അപ്പം ആസൂത്രണത്തിൻ്റെ ശില്പിയെക്കുറിച്ച് പഠിക്കേണ്ടി വരും. അപ്പം PC മഹാനസ്. പിന്നെ ഇവർ രണ്ടുപേരെയും കുറിച്ചും ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളെ കുറിച്ചുമാണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ്, ഇന്ത്യൻ ആസൂത്രണത്തിന് മുമ്പ് ഇവിടെ വന്നിട്ടുള്ള സംഘടനകളും അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും എഴുതി പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഏതെങ്കിലും കമ്മിറ്റിയുടെ ലക്ഷ്യങ്ങൾ, അവർ കൊണ്ടുവന്ന മെത്തേഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എഴുതുന്നത്. അപ്പം പ്ലാനിങ് 5 ഇയർ പ്ലാൻസിനെ കുറിച്ച് പറയുമ്പം നമുക്ക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സംഘടന വന്നിട്ടുണ്ട്. അതുപോലെ ബോംബെ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ വന്നിട്ടുണ്ട്. ഗാന്ധിയൻ പ്ലാൻ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ചധികം പീപ്പിൾസ് പ്ലാൻ വന്നിട്ടുണ്ട്. സർവോദയ പ്ലാനോട് കൂടിയാണ് പ്ലാനിംഗ് കമ്മീഷന്റെ രൂപീകരണം ഇവിടെ നടക്കുന്നത്. അപ്പം ഇതൊക്കെ കുറച്ചധികം കാര്യങ്ങൾ ഇതിൽ നിന്നും കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആക്കി എഴുതി പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ പ്ലാനിംഗ് കമ്മീഷനെ കുറിച്ച് മാക്സിമം കിട്ടുന്ന പോയിന്റ്സ് എല്ലാം എടുത്ത് പഠിക്കുക എന്ന് രൂപീകരിച്ചു. 1980 മാർച്ച് 15 ആസ്ഥാനം യോജന ഭവൻ ന്യൂഡൽഹി. അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ. അപ്പം ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ, അവസാനത്തെ അധ്യക്ഷൻ നരേന്ദ്രമോദിയും അവസാന ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയുമാണ്. ക്യാബിനറ്റ് നിർദ്ദേശിക്കുന്ന സ്ഥിര അംഗങ്ങളാണ്. 5 വർഷമാണ് കാലാവധി. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം പഠിക്കുക. നെക്സ്റ്റ്, പ്ലാനിംഗ് കമ്മീഷന് ശേഷം വന്നാണ് NDC. എന്താണ് NDC എന്നുള്ളതൊക്കെ ആദ്യം പഠിക്കണം. പഞ്ചവത്സര പദ്ധതിക്ക് അന്തിമ അനുമതി നൽകുന്നതാണ്. 1952 ഓഗസ്റ്റ് 6 നിലയിൽ വന്നത്. അപ്പം പഞ്ചവത്സര പദ്ധതിക്ക് അന്തിമ അനുമതി നൽകുന്നതാണ് എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ നമുക്ക് പഞ്ചവത്സര പദ്ധതി തുടങ്ങിയത് 1951 മുതലാണ്. പക്ഷെ ഇത് വന്നത് 52 ഓഗസ്റ്റ് 6. നമ്മൾ അങ്ങനെ ഒരു റൂട്ടിലോട്ട് കൊണ്ടുപോകണം നമ്മുടെ പഠനത്തെ. ചിന്തിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് വരേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പം എന്തുകൊണ്ട് 51 അപ്പം ആരനുമതി നൽകി എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന ഒരാൾക്ക് ഇപ്പം ഇങ്ങനെ ഒരു കൃത്യമായിട്ട് പഠിച്ചു വരുന്ന ഒരാൾക്ക് മനസ്സിലാവും. അപ്പം ആരാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അവതരിപ്പിച്ച് അത് അന്തിമ അനുമതി കിട്ടുന്നത് നമുക്ക് പാർലമെന്റിൽ അവതരിപ്പിച്ചാണ്. അത് അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പം ഫസ്റ്റ് 5 ഇയർ പ്ലാൻ മാത്രം പാർലമെന്റിൽ അവതരിപ്പിച്ച അനുമതി കിട്ടിയതിന് ശേഷമാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ എങ്കിലും ബാക്കി എല്ലാ പഞ്ചവത്സര പദ്ധതികളും NDC ആണ് അന്തിമ അനുമതി നൽകിയത്. നെക്സ്റ്റ്, ഇപ്പം വന്ന CPOയുടെ ക്വസ്റ്റ്യനും വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയെന്നുള്ളത്. തുല്യത, സമത്വം, സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വമാൻ, ആധുനികവൽക്കരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്സ് ആണ്. ഇത് 4 പഠിക്കാൻ നിങ്ങളൊരു PSC എക്സാമിനും പോകേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, 5 ഇയർ പ്ലാൻസ് തുടങ്ങുക. ഓരോ 5 ഇയർ പ്ലാൻസ് പഠിക്കുമ്പോഴത്തേക്കും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ എടുത്തെടുത്തെടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഹാരോ ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നു. കാർഷിക പദ്ധതിയാണ്. ഇപ്പം KN രാജ ആമുഖമായിരിക്കും. കേരള മോഡൽ ഡെവലപ്മെന്റിന് തുടക്കം കുറിച്ചതാണ് KN രാജാണ്. CDC സെൻട്രൽ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് കൊണ്ടുവന്നു. ഗുൽസാരിലാൽ നന്ദയായിരുന്നു ഉപാധ്യക്ഷൻ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മുതൽ ഹാരോ ഡോമർ മോഡൽ പിന്നെ എന്തിനെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അതുപോലെ സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്തു മുതൽ എന്ന് വരെ ഉണ്ടായ ആ സമയത്ത് വന്ന് വ്യവസായത്തിന് പ്രാധാന്യം നൽകിയ ഒരു സംഭവമായിരുന്നു. അപ്പം ഏതൊക്കെയാണ് ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ, ആ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പിന്നെ പ്ലാൻ ഹോളിഡേ, ആ സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നടപ്പിലാക്കി, അങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മുതൽ ഓരോ 5 ഇയർ പ്ലാനിനും ഇങ്ങനെ എഴുതി പഠിക്കുക എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയാണ് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത്. നോർമലി എനിക്ക് ഇതിൻ്റെ ഒരു പഴയ നോട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. പക്ഷേങ്കിൽ ഞാനിപ്പോൾ ഒരു അപ്ഡേറ്റഡ് വെർഷൻ ഓഫ് നോട്ട് എന്ന് പറയാം. ഈ നോട്ടിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു 5 ഇയർ പ്ലാൻസിൻ്റെ നോട്ടാണിത്. കാരണം ഇത് ഞാൻ PSC പഠിച്ച് തുടങ്ങിയ സമയത്ത് എനിക്ക് വലിയ ധാരണ ഇല്ലാതെ എഴുതിയൊരു നോട്ടായിരുന്നു 5 ഇയർ പ്ലാനിനെ കുറിച്ച്. ഇതായിരുന്നു ആ നോട്ട്. പക്ഷേ ഇങ്ങനെ ഇതിൽ കുറച്ച് അധികം പോയിന്റ് ഞാൻ ഇതിലോട്ട് എഴുതിയിട്ടില്ല. കാരണം നോർമലി ഇത് ഞാൻ വായിച്ച് എൻ്റെ മൈൻഡിലുണ്ട്. സോ അതിൽ നിന്ന് കുറച്ചും കൂടി അധികം പോയിന്റ് ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ നോട്ടിലോട്ട് ഓരോ പഞ്ചവത്സര പദ്ധതി എഴുതിയിട്ടുള്ളത്. ഇതിൽ നിന്നും ഒരുപാട് എക്സ്ട്രാ പോയിന്റ്സ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ നോട്ടിലോട്ട്. ഞാൻ ഓരോ പഞ്ചവത്സര പദ്ധതിയും എഴുതുമ്പോൾ റോളിംഗ് പ്ലാൻ ആവട്ടെ, അല്ലെങ്കിൽ
പ്ലാൻ ഹോളിഡേ ആവട്ടെ, ഇതിൽ 1-2 വാക്ക് മാത്രമേ ജസ്റ്റ് ആരെ സമയത്തായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിൽ ഇപ്പം ഞാൻ എഴുതിയ ആ ഒരു നോട്ടിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം പ്ലാൻ ഹോളിഡേയെ കുറിച്ച് ഞാൻ നല്ലൊരു ഡീറ്റെയിൽഡ് നോട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഹരിത വിപ്ലവം ആ സമയത്താണ് ഇവിടെ കാര്യമായിട്ട് നടപ്പിലാക്കിയത്. ആ സമയത്തുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തുകൊണ്ട് 3-ാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞിട്ട് 4-ാം പഞ്ചവത്സര പദ്ധതി നടത്തിയില്ല, അതിന് പകരം പ്ലാൻ ഹോളിഡേ എന്തുകൊണ്ട് വന്നു എന്നുള്ളതൊക്കെ. ഇപ്പം ഈ കാര്യം പറയുമ്പോൾ എത്ര പേർക്ക് അത് യൂസ്ഫുൾ ആകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പം 3-ാം 5 ഇയർ പ്ലാൻസിന്റെ പരാജയവും അതുപോലെ തന്നെ രാജ്യത്തുണ്ടായ പണപ്പെരുപ്പവും സാമ്പത്തിക മാറ്റം എന്നിവയൊക്കെയാണ് 4-ാം 5 ഇയർ പ്ലാൻ മാറ്റിവെച്ചിട്ട് കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി രൂപയുടെ മൂല്യം കുറയ്ക്കുന്നതിനും അതുപോലെ 3-ാം വാർഷിക പദ്ധതികൾ കുറച്ചും കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാൻ ഹോളിഡേ അവർ നടപ്പിലാക്കിയതെന്നാണ് പറയുന്നത്. സോ കാർഷിക മേഖലയിൽ നിലവിലുള്ള പ്രതിസന്ധി, ഗുരുതരമായ ഭക്ഷ്യക്ഷാമവും കാർഷിക പദ്ധതികളിൽ കൃഷിക്ക് ഊന്നൽ നൽകിയും അവരെന്ത് ചെയ്തു, ഹരിത വിപ്ലവത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി അവിടെ ഇംപ്ലിമെന്റ് ചെയ്തു നമ്മുടെ രാജ്യത്ത്. ഇതുകൊണ്ടൊക്കെയാണ് 4-ാം പഞ്ചവത്സര പദ്ധതി നീട്ടിവെച്ചതെന്നൊക്കെയാണ് പറയുന്നത്. സോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്കിതിലൂടെ പഠിക്കാൻ പറ്റി. അപ്പം ഇങ്ങനെ ഓരോ നോട്ട് നമ്മൾ കുറച്ച് ടൈം എടുത്ത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. ഓരോ നോട്ട് എങ്ങനെ എഴുതണമെന്നുള്ളതിനെ കുറിച്ചൊരു ഏതൊരു ടോപ്പിക് എടുത്താലും അങ്ങനെ തന്നെ അതിനൊരു ധാരണ വരുത്തിയെന്നേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.